പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവിടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ആ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം അത്രമാത്രം ശക്തിയുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അറ്റ് ദി ടൈം, ആ സമയത്ത് തന്നെ അറ്റ് ദി ടൈം ദി ഡിസിപ്ലിൻസ് ദ ശിഷ്യന്മാർ come to Jesus asking, ചോദിച്ചു, who is the greatest in the kingdom of heaven? സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാരാണ്? സ്വർഗരാജ്യത്തിൽ ഈ ഭൂമിയിൽ ഏറ്റവും വലിയവനാരെന്നുള്ള ചോദ്യം ഇന്നും മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേര് ലോക സമ്പത്യം കൊണ്ട് സമ്പന്നനായി തീർന്നിരിക്കുകയാണ്. ലോക സമ്പത്യം കൊണ്ട് സമ്പന്നനായി തീർന്നിരിക്കുന്ന ഒത്തിരി ആളുകൾ ഈ ലോകത്ത് കാണാനിരിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരുടെ ഒരേ ഒരു ചോദ്യം എന്തെന്ന് ചോദിച്ചാൽ, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാരാണ്? ദൈവത്തിൻ്റെ വചനം ഇതെപ്പോഴെന്നെ ചിന്തിപ്പിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്ന, ഈ ലോകത്തിൽ ഏറ്റവും ശിശുവായിരിക്കുന്നവ, ഏറ്റവും ചെറുതായിരിക്കുന്നവന് മാത്രമേ സ്വർഗരാജ്യത്തിൽ വലിയവനാകുവാൻ കഴിയുള്ളൂ എന്ന് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്, സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട്, ജീസസ് കാൾഡ് എ ചൈൽഡ്, യേശു ക്രിസ്തു ഒരു കുഞ്ഞിനെ പിടിച്ച് അവരുടെ മുൻപിൽ നിർത്തി, സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് അവിടെ മുൻപിൽ നിർത്തി ആൻസേർഡ്. എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, ഐ ആസ്ക് യു ദാറ്റ് അൺലെസ് യു ചേഞ്ച് ദി ബിക്കം ദി ലൈക്ക് ചിൽഡ്രൻ, ഈ കുട്ടിയെ പോലെ തിരിഞ്ഞു വരുന്നില്ല എങ്കിൽ യു വിൽ നെവർ എൻ്റർ ദി കിങ്ഡം ഓഫ് ഹെവൻ, നീ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ദി ഗ്രേറ്റസ്റ്റ് ഇൻ ദി കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ is the one who humbles himself and became like this child. ഈ ശിശുവിനെ പോലെ തന്നെ തിരിഞ്ഞു വരണം. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയ, ഹൂ ഈസ് ദി ഗ്രേറ്റസ്റ്റ് എന്ന ചോദ്യത്തിന് മുൻപ്, ഹൂ ഈസ് ദി ഗ്രേറ്റസ്റ്റ് എന്ന ചോദ്യത്തിന് മുൻപ് കർത്താവായ യേശു ക്രിസ്തു സത്യം ചെയ്തു പറയുകയാണ്. സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. യേശു ക്രിസ്തു സത്യം ചെയ്തു പറഞ്ഞാൽ അതിന് മാറ്റമില്ല. ഈ ലോകത്തിലുള്ള സത്യത്തിന് വിലയുണ്ടെങ്കിൽ, ഈ ലോകത്തിലുള്ള സത്യത്തിന് വിലയുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിലെ ദൈവം